ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോഷനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നൊരു ആക്ടിവിറ്റി, അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയണത്. നമുക്കറിയാം യോഗ, അതായത് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിലെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് യോഗ പറഞ്ഞു കൊടുക്കുന്നത്, യോഗയുടെ വിവിധ ഗുണങ്ങളും ഓരോ യോഗ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതും പറഞ്ഞു കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാം. അതിനുശേഷം അത് അംഗനവാടികളിൽ പ്രവർത്തിക്കാക്കുക, ജനാന്തോളിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു പോസ്റ്റർ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് അതിൻ്റെ തീമായിട്ട് പറയുന്നത് ഏരിയ ഇൻഫ്ലുവൻസ് ഇൻ ന്യൂട്രീഷൻ. അതായത് ന്യൂട്രീഷൻ എന്ന് പറയാൻ നമുക്കറിയാം, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്തും കൂടി നമ്മൾ ശ്രദ്ധിക്കണം, അറിയാമല്ലോ. അപ്പോൾ അതിൽ യോഗ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗുണങ്ങളും അതാണ് നമ്മൾ ഇതിലൊരു തീം ഇതായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കുട്ടികളെ കൊണ്ട് യോഗ പരിശീലിപ്പിക്കുകയും ഇതിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, കുട്ടികൾ യോഗ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് എടുത്ത് ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യും വേണം, അറിയാമല്ലോ. അപ്പോൾ കുട്ടികൾ യോഗ ചെയ്യുന്നതിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡാഷ്ബോർഡിൽ അത് അപ്ലോഡ് ചെയ്യും വേണം. അപ്പോൾ അതിൻ്റെ തീമായിട്ട് നമുക്ക് കാണാം, ഏരിയാസ് ഇൻഫ്ലുവൻസിങ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട് തീം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഏരിയാസ് ഇൻഫ്ലുവൻസിങ് ന്യൂട്രീഷൻ എന്നും അതിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് അഡോപ്റ്റിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ യോഗ ക്യാമ്പ് ഫോർ വെൽ ബീയിങ്, കണ്ടില്ലേ. അങ്ങനെ അപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് യോഗയുടെ പല കാര്യങ്ങളും ഒരുപാട് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടിയിട്ടുണ്ട്. യോഗയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇവൻ്റായിട്ട് നമ്മൾ ചേർക്കാറുണ്ട്, അതിൻ്റെ നോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട യോഗ എന്നും അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ രീതിയിൽ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഫോട്ടോ അടക്കം കുട്ടികൾ യോഗ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഫോട്ടോ എടുത്തിട്ട് ജൻ ആന്തോളനകത്ത് എൻ്റർ ചെയ്യും വേണം. അപ്പോൾ എങ്ങനെയാണ് ഇനി നമുക്കിത് ജൻ ആന്തോളനിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് എൻ്റർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളതിന് വേണ്ടിയിട്ട് പോഷൻ അഭിയാനകത്ത് കയറുക. പോഷൻ അഭിയാനകത്ത് കയറിയതിന് ശേഷം നമ്മൾ നോർമലി ലോഗിൻ ചെയ്യണം, ആ ഒരു ഡാറ്റ എൻട്രിയിലേക്ക് പോവുക, യൂസർ നെയിം പാസ്വേഡ് അടിക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കവിടെ തീം സെലക്ട് ചെയ്യണം. തീം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഏരിയാസ് ഇൻഫ്ലുവൻസ് ഇൻ ന്യൂട്രീഷൻ എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം ഏരിയാസ് ഇൻഫ്ലുവൻസ് ഇൻ ന്യൂട്രീഷൻ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെ പോയിട്ട് അംഗനവാടി സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ അംഗനവാടി സെലക്ട് ചെയ്യുക. അതിനുശേഷമാണ് നമുക്ക് ആക്ടിവിറ്റി സെലക്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ ഇതിനകത്ത് ഒരുപാട് യോഗയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് അഡോപ്റ്റിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഇവിടെ നോക്കി നിങ്ങൾ കണ്ട, അഡോപ്റ്റിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റി പ്രൊമോട്ടിംഗ് ആയുഷ് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ് ഫോർ ഹെൽത്ത് പ്രൊമോഷൻ. യോഗ എന്ന് പറയുന്നത് ഹെൽത്ത് പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. അതിൻ്റെ താഴെയുണ്ട്, തൊട്ട് താഴെ നിങ്ങൾ നോക്കിയാൽ അഡോപ്റ്റിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ യോഗ ക്യാമ്പ്, യോഗ ഫോർ ഹെൽത്ത്, കണ്ട. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇനിയും കാണാം ഇതുപോലെ യോഗയായിട്ട് ബന്ധപ്പെട്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള യോഗയായിട്ട് ബന്ധപ്പെട്ട ഈ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, മനസ്സിലായ. ദെൻ അവിടെ എണ്ണം കൊടുക്കുക. എണ്ണം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യുക. പിന്നെ അവിടെ ഫോട്ടോയ്ക്ക് സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം, അത് ശ്രദ്ധിക്കുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ അടിക്കാം. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സക്സസ്ഫുള്ളി സബ്മിറ്റഡ്, കണ്ടില്ലേ, സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. ഇത്തരം സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആക്ടിവിറ്റി എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് യോഗ ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ആ യോഗ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം കുട്ടികൾക്ക് കേട്ടോ. പിന്നെ അത് ഇതിൽ ജനാന്തോളിൽ ഇതുപോലെ എൻ്റർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക്